ജി വി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പി വി സുകുമാരൻ എഴുതിയ മഴനിലാവിൽ എന്ന നോവലിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ജി വി ബുക്സിൻ്റെ എഡിറ്ററും കേരളത്തിലെ അറിയപ്പെടുന്ന ബാലസാഹിത്യകാരനുമായിട്ടുള്ള രാജു കാട്ടുപനമാണ്. നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹം സംസ്ഥാന അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. കണക്കിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിട്ടുള്ളത് പള്ളിയറ ശ്രീധരൻ മാഷാണ്. അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂക്കാരനാണ് എന്നതിനൊക്കെ അപ്പുറം ഇന്ന് കേരളത്തിൽ 200-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം കണക്കിൻ്റേതായിട്ട് മാത്രം രചിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ. അദ്ദേഹം ഇപ്പോൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങളൊക്കെ എപ്പോൾ വിളിച്ചാലും മാഷ് ഞങ്ങളോടൊക്കെ വളരെ സൗഹൃദത്തിൽ എന്നെ സത്യം പറഞ്ഞാൽ എന്നെയൊക്കെ ഒരു മകനെപ്പോലെ കണക്കാക്കിയിട്ടാണ് മാഷ് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക. ഞാനും മാഷും തമ്മിൽ അത്രയധികം ഒരു ഇഴയടുപ്പമുണ്ട്. ആ ഇഴയടുപ്പത്തിലാണ് മാഷ് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്നും മാഷ് ഇവിടെ പങ്കെടുക്കുന്നതും ഈ പുസ്തകം പ്രകാശനം ചെയ്യാമെന്നേറ്റതും അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമുക്കറിയാം, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കഥകൾ എഴുതുകയും നമ്മുടെ ത്രസിപ്പിക്കുകയും ചെയ്യുന്ന കഥകൾ എഴുതുന്ന സുസ്മേഷ് ചന്ദ്രോത്ത് അവർകളാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് ഗ്രന്ഥകർത്താവ് കൂടിയായിട്ടുള്ള പി വി സുകുമാരനാണ്. അദ്ദേഹം നിരവധി ബാലസാഹിത്യങ്ങൾ എഴുതിയാണ്. പാലക്കാടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജി വി ബുക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിനം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതേ വേദിയിൽ വെച്ച് ജയകൃഷ്ണൻ നരിക്കുട്ടിയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. അതിനുശേഷം ഒരു രണ്ടാമത്തെ പരിപാടിയാണ് ഇന്നിവിടെ ചെയ്യുന്ന നോവൽ. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ വേദിയിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാനും ഞങ്ങൾക്ക് എല്ലാവിധ ഉപദേശവും നിർദ്ദേശങ്ങളും ഈ ജി വി ബുക്സിൻ്റെ എല്ലാ മാർഗദർശിയുമായിട്ടുള്ള ശ്രീ രാജു കാട്ടുപനം. അതിനു മുമ്പേ ഞങ്ങളുടെ ഇവിടെ ക്ഷണം സ്വീകരിച്ചിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണവിരാമം ഇടുന്നു. ഈ യോഗം നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട രാജു കാട്ടുപനം അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്ന കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, 200ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവ് ശ്രീ പള്ളിയറ ശ്രീധരൻ സർ, മലയാളിയുടെ സാഹിത്യ മേഖലയിൽ വളരെ മികച്ച രചനകളിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന പ്രിയപ്പെട്ട സുസ്മേഷ് ചന്ദ്രോത്ത്, ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് പ്രിയപ്പെട്ട പി വി സുകുമാരൻ, ജി വി ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആദരണീയനായ ജി വി രാഗേഷ്, പ്രിയപ്പെട്ടവരെ, മലയാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയുടെ ഒരു പുതിയ കവാടം തന്നെ തുറന്നുകൊണ്ടാണ് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കടന്നു വരുന്ന കുട്ടികൾ, അധ്യാപകർ, അവരുടെ കണ്ണുകളിലെ കൗതുകവും അവരുടെ പുസ്തകത്തോടുള്ള ആഭിമുഖ്യവും നാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 4ാം ദിനത്തിൽ ഇന്ന് ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത് പി വി സുകുമാരൻ എന്ന കൃതഹസ്ഥനായ എഴുത്തുകാരൻ്റെ മഴനിലാവിൽ എന്ന കൃതിയാണ്. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലുണ്ടാകുന്ന സംഘർഷങ്ങളുടെ, ജീവിത ബന്ധങ്ങളിലുണ്ടാകുന്ന സങ്കീർണതകളുടെ, വ്യക്തിബന്ധങ്ങളുടെ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആശയതലങ്ങളുടെയൊക്കെ കൃത്യമായ ആവിഷ്കാരമാണ് മഴനിലാവിൽ എന്ന കൃതിയിലൂടെ പി വി സുകുമാരൻ വായനക്കാരോട് പറയുന്നത്.
ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ പവിത്ര എന്ന കൗമാരക്കാരിയുടെ വിഷാദത്തിൻ്റെയും ഉയിർത്തെഴുന്നേൽപ്പിൻ്റെയും കഥ കൂടിയാണിത്. തീർച്ചയായും ലളിതമായ ഭാഷയിൽ ഒരുപക്ഷെ വായനക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ചെന്നെത്താൻ കഴിയുന്ന ആശയവ്യക്തതയോടെ എഴുതപ്പെട്ടിട്ടുള്ള ഈ നോവൽ വളരെ മുമ്പ് തന്നെ എഴുതി വരുന്ന സുകുമാരൻ ഇതിനകം തന്നെ 20ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റു ഭാഷകളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്യപ്പെട്ട കൃതികളും ഒപ്പമുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡിൽ നിന്ന് വിരമിച്ച് സാഹിത്യ പ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകിയ പി.വി. സുകുമാരൻ്റെ ഒരുപക്ഷെ ഈ വേദിയിൽ നടക്കുന്ന ഈ ചടങ്ങ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തിന് ഒരു നാഴികക്കല്ലാകും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ പള്ളിയറ ശ്രീധരൻ സാറിനെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത്തിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. എല്ലാവർക്കും സ്നേഹം, നന്ദി. പുസ്തകപ്രകാശന ചടങ്ങിലെ അധ്യക്ഷൻ ശ്രീ രാജു കാട്ടുപുനം, പുസ്തകം ഏറ്റുവാങ്ങിയ സുസ്മേഷ് ചന്ദ്രോത്ത്, ഗ്രന്ഥകർത്താവ് പി.വി. സുകുമാരൻ, GV ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ GV രാകേഷ്, മറ്റ് ആദരണീയരായ സുഹൃത്തുക്കളെ, മഴനിലാവ് എന്ന നിലവിൽ എന്ന പുസ്തകം യഥാർത്ഥം എനിക്ക് കോപ്പി കിട്ടിയിട്ടില്ല. പക്ഷേ അധ്യക്ഷൻ്റെ ചില വാക്കുകൾ കൊണ്ട് തന്നെ അതിൻ്റെ ഗുണം മനസ്സിലാകുന്നുണ്ട്. കുറച്ച് വാക്കുകൾ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് പുസ്തക വിതരണം, പ്രകാശനമൊക്കെ നടക്കുന്നത്, പ്രസിദ്ധീകരണമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ പുസ്തകങ്ങൾ ആദ്യമൊക്കെ 2000, 3000, 5000 അടിക്കുന്ന ഒരു പരിപാടിയിലാണുള്ളത്. അത് സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത ഉണ്ടാക്കുന്നതാണ്. പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രസാധകരുടെ കയ്യിൽ അവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചാൻസ് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ സ്വന്തമായിട്ട് കാശ് മുടക്കി അച്ചടിക്കേണ്ട ഗതികേടിലാണ് മിക്കവാറും പുതിയ എഴുത്തുകാർ. അവർ കുറച്ച് എഴുതി കഴിഞ്ഞ് പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ പ്രസാധകരും മുതിർന്ന വലിയ പ്രസാധകർക്ക് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അവർ മറ്റ് ചെറുകിട പ്രസാധകരോട് പോയി കഴിഞ്ഞാൽ വായിച്ചു നോക്കിയാൽ പുസ്തകം കൊള്ളാം, അച്ചടിക്കാം, പക്ഷെ കാശ് കുറവാണെന്നാണ് പൊതുവെ പറയാം. അപ്പോൾ കാശ് കൊടുത്തിട്ടാണ് അച്ചടിക്കുന്നത് മിക്കവാറും. എല്ലാവരും അല്ല, GV ബുക്സ് അല്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ 2 പുസ്തകങ്ങൾ GV ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രസാധകനെ അവരുടെ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് അച്ചടിക്കുന്ന കാര്യം പ്രയാസമാണ്. കാരണം വിൽപ്പന വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ മേളയിലൊക്കെ പോയി കഴിഞ്ഞാലും ചെറുകിട പ്രസാധകൻ്റെ വലിയ ലാഭമൊന്നും കിട്ടാനില്ല. കാരണം വാടക, സ്റ്റാളിന് തന്നെ വലിയ വാടക കൊടുക്കണം. 2 പേരെങ്കിലും അവിടെ പോയി പിന്നെ ചിലവ് കഴിച്ച് 2 ദിവസം പിന്നെ റൂം വാടകയും മറ്റ് ചിലവുകളൊക്കെ കഴിച്ചുകൊണ്ട് 2 പേര് ജീവിക്കണം. പുസ്തകം അവിടെ എത്തിക്കണം, കൂടാതെ കമ്മീഷൻ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുസ്തക പ്രസാധനം വലിയ ലാഭമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ കുറച്ചങ്ങ് മുന്നിട്ടിറങ്ങി കുറച്ച് പുസ്തകങ്ങൾക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാനും പറ്റില്ല. കാരണം കുറച്ച് പുസ്തകങ്ങൾ കയ്യിലുണ്ട്, എങ്ങനെയെങ്കിലും വിറ്റഴിയാതെ നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥ വരും. ആ രീതിയിൽ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോഴുള്ളത്. കുറച്ചൊരാശ്വാസം തോന്നുന്നത് ഇപ്പോഴേ POD അടിസ്ഥാനത്തിൽ പുസ്തകം അടിക്കാനുള്ള സംവിധാനമാണ്. റേറ്റ് കൂടുതലാണ് എങ്കിൽ പോലും ഒരു 50-100 പുസ്തകം കൊണ്ട് തന്നെ
അച്ചടിച്ച് ആവശ്യക്കാരിൽ എത്തിക്കാൻ സാധിക്കുന്നുള്ള ചെറിയൊരു ഗുണമുണ്ട്. പക്ഷേ ഒരു പെർ കോപ്പി വലിയ വില വരുന്നുണ്ട്. അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടാവുകയില്ല. പക്ഷേ സാമ്പത്തിക നേട്ടമൊന്നുമല്ല, ഒരു കഴിവുകൊണ്ട്, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് അവൻ്റെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിൽ സാമ്പത്തികം കിട്ടുന്ന പ്രശ്നമൊന്നുമല്ല, റോയൽറ്റി കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല. എങ്കിൽ പോലും ആ രംഗത്തെ പരമാവധി സഹായിക്കുക എന്നുള്ളതാണ് ഏതൊരു ഗ്രന്ഥകർത്താവും ആലോചിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ പുസ്തക പ്രസിദ്ധീകരണം, പ്രകാശനമൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചതിന് എൻ്റെ സംഘാടകരോട് ജി വി രാകേഷിനോടും അതുപോലെ ഗ്രന്ഥകർത്താവ് പി വി സുകുമാരനോടും പ്രത്യേകിച്ചും എന്നെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത്ത്. സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്ത പുസ്തകം പി വി സുകുമാരൻ എഴുതിയ മഴനിലാവിൽ എന്ന നോവൽ വേർപിരിഞ്ഞ് ജീവിക്കുന്ന മാതാപിതാക്കളുടെ ഒറ്റ മകളായ പവിത്രയുടെ കഥ പറയുന്ന നോവലാണ്. അതീവ ഹൃദ്യമായ ഭാഷയിൽ മാതാപിതാക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കൗമാരക്കാരിയുടെ വ്യഥകളും ഉത്കണ്ഠകളും ആവിഷ്കരിച്ചിട്ടുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. പലപ്പോഴും പവിത്രയുടെ സുഹൃത്തായ ഗോപികയോടാണ് തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പവിത്രയ്ക്ക് ആകപ്പാടെ മനസ്സ് തുറക്കാനുള്ള ഒരാൾ ഗോപിക മാത്രമാണ്. പക്ഷേ ഗോപികയുടെ ഒരു സവിശേഷത, ഗോപിക ധാരാളമായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്ഭുതത്തോടു കൂടി പവിത്ര വിചാരിക്കാറുണ്ട് ഈ നോവലിൽ പലയിടത്തും എങ്ങനെയാണ് ഇത്തരം വലിയ സംഘർഷങ്ങൾക്കിടയിൽ നിന്നിട്ട് ഗോപികയ്ക്ക് ഈ പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും വളരെ ഫിലോസഫിക്കലായ പുസ്തകങ്ങളാണ് ഗോപിക വായിക്കുന്നത്. അപ്പോൾ അതിന് പവിത്ര കണ്ടെത്തുന്ന ഒരു സമാധാനം ഗോപികയുടെ മാതാപിതാക്കൾ അവളുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രക്ഷിതാക്കളില്ലാത്ത ഒരു കുട്ടിയുടെ ഉള്ളിലെ എത്രയോ വലിയ ഒരു വേദനയാണ് മാതാപിതാക്കളുടെ സാന്നിധ്യം തൻ്റെ സുഹൃത്തിന് അല്ലെ സഹപാഠിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അതീവ ആഴത്തിൽ സൂക്ഷ്മമായി കുട്ടികളുടെ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രീ പി വി സുകുമാരൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വായിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വലിയൊരു മുറിവ് മനസ്സിൽ വീഴും. ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലും ഈ കാലത്തും ഒന്നും ഒരു പുതിയ കാര്യമല്ല. പലരും മൂടിക്കെട്ടി വയ്ക്കുന്നു, ചിലരത് പുറത്തു പറയുന്നു, ചിലർ പറയാതിരിക്കുന്നു, ചിലർ വേർപിരിയുന്നു, ചിലരത് വലിയ സംഘർഷങ്ങളിലേക്കും ക്രൈമുകളിലേക്കുമൊക്കെ നീങ്ങുന്നു. പക്ഷേ എങ്ങനെ എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ എല്ലാം ഇരകളായി തീരുന്നത് കുട്ടികളാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് എന്നുള്ള ഒരു വലിയ സത്യത്തെ കൂടി ഈ മഴനിലാവിൽ എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള അസ്വാരസ്യത്തിലേക്ക് അവൾക്ക് കൂടി അറിയാവുന്ന ഒരു ആൻറ്റി കടന്നു വരുന്നുണ്ട് എന്ന് ഗോപിക പവിത്ര മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുമാത്രമാണോ ഒരു കാരണം എന്നുള്ള ഒരു ചോദ്യവും ഈ നോവൽ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുതരാൻ നോവലിസ്റ്റ് ശ്രമിക്കുന്നുണ്ട്. ആയിരിക്കണമെന്നില്ല. അത് അമ്മയുടെ സാന്നിധ്യത്തിൽ, അച്ഛൻ്റെയും അമ്മയുടെയും വെവ്വേറെയുള്ള സാന്നിധ്യത്തിൽ പവിത്ര അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെയും ആന്തരികമായി അവൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെയും വായനക്കാർക്ക് മുമ്പിലേക്ക് നോവലിസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ സമസ്യയായിട്ട് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ നോവലിലൂടെ നോവലിസ്റ്റ് ശ്രമിച്ചിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ പുസ്തകം ഏത് പ്രായത്തിൽ വരുന്ന കുട്ടികൾക്കാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള വായനക്കാർക്കാണ് വേണ്ടത് എന്ന് വായിക്കുന്ന ഒരാൾക്ക് തോന്നാം. ഞാനതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കി. കാരണം ഇതൊരു ബാലസാഹിത്യ നോവലെന്നാണോ പറയേണ്ടത്, മുതിർന്ന ആളുകൾ വായിക്കുന്ന ഒരു സാമൂഹ്യ നോവലെന്നാണോ പറയേണ്ടത് എന്ന് ആലോചിച്ച് നോക്കി. എനിക്കതിന് കിട്ടിയ ഒരു സമാധാനം, വാസ്തവത്തിൽ ഇതിൻ്റെ എഴുത്തുകാരൻ വിദഗ്ധമായ വിധത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ഉള്ളടക്കത്തിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഏത് ശ്രേണിയിലും വരുന്ന ഏത് പ്രായത്തിലും വരുന്ന ആളുകൾക്കിത് വായിച്ചു പോകാൻ പറ്റും എന്നുള്ള വിധത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ, ഞാൻ കരുതി ഒരു ഹൈസ്കൂളിലോ അതിനുശേഷം വരുന്ന ക്ലാസ്സുകളിലോ പഠിക്കുന്ന ഒരു കുട്ടി പുസ്തകം എടുത്ത് വായിച്ചാൽ എത്ര കണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഒരു പരമ്പരാഗതമായ വായനാ മനസ്സിനെ മാറ്റിവെച്ചുകൊണ്ട് ആലോചിച്ചപ്പോൾ ആ പ്രായത്തിൽ വരുന്ന കുട്ടികളിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള തീവ്രതയോടുകൂടി തന്നെ, തീവ്രത ചോരാതെ തന്നെ എഴുത്തുകാരൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. മറ്റൊരു വിധത്തിൽ ആലോചിച്ച് നോക്കിയത് മുതിർന്നവരെങ്ങനെ ഈ പുസ്തകത്തെ തിരിച്ചറിയും എടുക്കുമെന്നുള്ളതാണ്. കാരണം വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികളുടെ കഥ എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ അതിൽ വരാനിടയുള്ള വലിയ സംഘർഷങ്ങൾ ധാരാളമായിട്ടുണ്ട്. അത് മുതിർന്ന വായനക്കാർ
അല്ലെങ്കിൽ മുതിർന്ന അംഗങ്ങൾ മനസ്സിലാക്കുന്നതും നമുക്കറിയാൻ സാധിക്കും. കാരണം ഏറെക്കുറെ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ സുപരിചിതമായിരിക്കും അത്. പക്ഷേ ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ ശ്രമിക്കുന്നത് കുട്ടി അതിനെ എങ്ങനെയാണ്, വേർപിരിയുന്ന ദമ്പതികൾക്കിടയിൽ അകപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞ് അതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് മുതിർന്നവർ നോക്കിക്കാണേണ്ട ഒന്നാണെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യം. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു വൈദഗ്ധ്യം അല്ലെങ്കിൽ ഒരു ബുദ്ധി എഴുത്തുകാരൻ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു ഉള്ളടക്കമാണ് മഴനിലാവിൽ എന്ന നോവലിലുള്ളത്. വളരെ ചെറിയ അധ്യായങ്ങളിലൂടെ യാതൊരു തരത്തിലുള്ള ആലങ്കാരിക ഭാഷയുമില്ലാതെ, ഭാഷയുടെ തൊങ്ങലുകളില്ലാതെ കൃത്യമായി പറയേണ്ട കാര്യം പറയേണ്ട വിധത്തിൽ അളന്നു കുറിച്ച വാക്കുകളിലൂടെ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള നോവൽ കൂടിയാണ് മഴനിലാവിൽ. അത് ഒരു പുതിയ എഴുത്തുകാരൻ്റെ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് നമുക്കങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും എഴുത്തിലുള്ള പ്രവൃത്തി പരിചയം കൊണ്ട് താരതമ്യേന നോവലിൽ പ്രവേശിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത് ഒരു വലിയ തുടക്കമായിട്ട്, ഒരു പുതിയ ആരംഭമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുള്ള ഉള്ളടക്കമാണ് ഈ നോവലിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള മാന്ത്രികമായ ഭാഷയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് വരും വർഷങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മികച്ച കൃതികൾ പുറത്തു വരുന്നതിന് സഹായകമാവട്ടെ. അത്തരത്തിലുള്ളൊരു പിന്തുണ വായനക്കാർ ഈ കൃതിക്ക് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ GV ബുക്സ് എന്ന കൃതഹസ്ഥരായ പ്രസാധകരിലൂടെ ഇത് പുറത്തു വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള മെച്ചപ്പെട്ട വായനക്കാരുടെ ഇടയിലേക്ക് പുസ്തകം കടന്നു ചെല്ലുമെന്നും ഈ എഴുത്തുകാരന് PV സുകുമാരന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വായനക്കാരിൽ നിന്നുണ്ടാകുമെന്നും കരുതുന്നു. വളരെ മികച്ച രീതിയിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ച സംഘാടകർക്കും നിയമസഭാ പുസ്തകോത്സവത്തിനും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, PV സുകുമാരൻ്റെ മഴനിലാവിൽ എന്ന പുസ്തകം GV ബുക്സിന് ലഭിച്ചപ്പോൾ തന്നെ വളരെ വായനക്കാർ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കൃതിയായിട്ടാണെന്ന് തന്നെ കണ്ടത്. ദുർഗ്രഹമായ ഭാഷയോ ആശയപരമായ അവ്യക്തതയോ ഒന്നുമില്ലാതെ വളരെ വായനക്കാരൻ്റെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിലേക്ക് നേരിട്ട് എത്തുന്ന ആശയതലങ്ങളുടെ വളരെ മനോഹരമായ ഒരാവിഷ്കാരമായിട്ടാണ് ഈ കൃതിയെ കണ്ടിട്ടുള്ളത്. അത് വായനക്കാർ സ്വീകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. GV ബുക്സിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലം കൊണ്ട് 200-ലേറെ ഗ്രന്ഥങ്ങൾ, അതും മികച്ച ഗ്രന്ഥങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യധാര പ്രസാധകരോടൊപ്പം ഉയർന്ന് നിൽക്കാനുള്ള ഒരു അവസ്ഥ GV ബുക്സിനുണ്ടായിട്ടുണ്ട്. ഏതായാലും GV ബുക്സിൻ്റെ ഈ മഴനിലാവിൽ എന്ന കൃതി ഇവിടെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ എഴുത്തുകാരൻ PV സുകുമാരനാണ്. നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മുന്നിൽ 6 മിനിറ്റ് ബാക്കിയുണ്ട്. ഞാൻ കൃത്യമായിട്ട് സമയം ഉപയോഗിക്കുന്ന ആളാണ്. കാരണം ഞാൻ എൻ്റെ സർവീസ് മിക്കവാറും ഈ ടൈം ഓഫീസ് എന്നോട് ഒരു കേന്ദ്ര പൊതുമനസ്സിലായിരുന്നു. അതുകൊണ്ട് സമയത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്, അതെന്നെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഒരു 6 മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ എടുക്കാം. ആദ്യമായി എനിക്ക് ഈ നിയമസഭാ വേദിയിൽ എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ എൻ്റെ അതീവമായ സന്തോഷം ഞാൻ അറിയിക്കുന്നു. എൻ്റെ എല്ലാ പുസ്തകങ്ങളും 10-18 പുസ്തകം വന്നു, എല്ലാം ഗംഭീരമായിട്ട് തന്നെ ഞാൻ ആഘോഷിച്ചതാണ്. എങ്കിൽ പോലും അതിലപ്പുറം അതെൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. ഈ തിരുവനന്തപുരത്ത് ഒരു പാലക്കാട്ടുകാരനായി എനിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗ്യം പോലെ നമ്മുടെ രാകേഷ് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ചെയ്യാം, ഞാൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യാം, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ എനിക്ക് അതാണ് പറഞ്ഞത്. നമ്മുടെ ഈ പൗലോ കൊയ്ലോയുടെ ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്തിനെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന. അതിനൊരു തെളിവാണ് ഇവിടെ. എനിക്ക് പള്ളിയറൻ ശ്രീധരൻ സാറെ നേരിട്ട് പരിചയമില്ല. ഞാൻ 1-2 പുസ്തകം ഞാൻ നേരത്തെ അയച്ചിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ അത് പിന്നെ അത് അങ്ങനെ വരാതെ വന്നു. അങ്ങനെയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ 2ാമത്തെ പുസ്തകമാണ് ഇവർ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നുകൂടി ഞാൻ പറയട്ടെ. അപ്പോൾ ഇത് എനിക്ക് ഈ പുസ്തകം ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച രാജു കാട്ടുവനത്തിനും ഒപ്പം തന്നെ ഇത് പ്രകാശനം ചെയ്ത എൻ്റെ ബഹുമാന്യനായ പള്ളിയറ ശ്രീധരൻ സാറിനും അതുപോലെ ഇത് ഏറ്റുവാങ്ങിയ സുസ്മേഷ് ചന്ദ്രോത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനി പള്ളിയറൻ ശ്രീധരൻ സാറ് ഈ ബാലസാഹിത്യത്തിൻ്റെ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ തളിര് മാഗസിൻ വായിക്കുന്ന ഒരാളാണ്. കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കണക്കിനോട് എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റപ്പ് ഞാൻ വായിക്കാറുണ്ട്, ചെയ്യാറുണ്ട്.
അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു തലപ്പത്തായിരിക്കണം, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. കാരണം കുട്ടികളാണ് ഈ രാജ്യത്തിൻ്റെ തന്നെ ഭാവി നിശ്ചയിക്കുന്ന വിശ്വസിക്കുന്ന ആയും കുട്ടികളാകുന്നതാണ്. അദ്ദേഹം അത്രയും വന്നൊരു സ്ഥാപനത്തിലാണ് ഇരിക്കുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ സുസ്മേഷ്, എൻ്റെ സുഹൃത്ത് സുസ്മേഷ് സൂചിച്ച പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണോ ഈ പുസ്തകം എന്ന് ചോദിച്ചതുപോലെ ഇത് രണ്ടുപേർക്കും കൂടെ പറ്റുന്ന രീതിയിലാണ് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല. സുസ്മേഷ് ഇതിനെക്കുറിച്ച് ഭംഗിയായി എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും പെട്ടെന്ന് അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് എഴുതാൻ പറ്റിയോ എന്നുള്ളൊരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായിട്ട് ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ ഈ GV ബുക്സ് ഇപ്പോൾ ഈ രംഗത്ത് വളരെ ഞാൻ എൻ്റെ പുസ്തകം ഇത് ചെയ്തുകൊണ്ടല്ല, വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഏത് ഡൗട്ട് നമ്മളോട് ചോദിക്കാൻ കഥ ചെയ്യും അത്ര അതുപോലെ രാജു കട്ടുപനൊക്കെ നമ്മളോട് ചോദിച്ചും ആ പുസ്തകം എങ്ങനെ ചെയ്യണം, അതായത് ഈ പ്രസാധക രംഗത്തെ എങ്ങനെ പുതിയ എഴുത്തുകാരെ കണ്ടെത്താം. ഞാനൊരു നേരത്തെ എഴുതി തുടങ്ങിയ ഒരാളാണെങ്കിലും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതിലാണ്. അവർക്ക് ഇനി ഉയരങ്ങൾ ഒരുപാട് കീഴടക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ഒരു പ്രവർത്തന ശൈലി കാണുമ്പോൾ അതിനുള്ള വഴി അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും GV ബുക്സിലൂടെ എൻ്റെ പുസ്തകം വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, വരും. അതുപോലെ തന്നെ എനിക്ക് ഈ വേദിയിലും ഇനിയൊരിക്കൽ കൂടെ വരാൻ അവസരം കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയും സ്വപ്നമൊക്കെ ഉണ്ട്. എനിക്ക് തിരുവനന്തപുരത്ത് വന്ന് നിങ്ങളോടൊക്കെ ഒപ്പം നിൽക്കാനും ഈ ഹാളിലൊക്കെ ചെയ്യാൻ വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നോട് സഹകരിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞെന്ന് ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും GV ബുക്സിന് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്.